ഹലോ മൈ ഗൈസ്, ഇന്ന് നമ്മളെ പേരിൽ ആകെ അവൈലബിൾ ആയിട്ടുള്ള തുരപ്പന്മാർ ഇത്ര ബാലൻസ് ഉള്ള തുരപ്പന്മാരൊക്കെ മഞ്ഞപ്പിത്തായിട്ട് ആസ്പത്രിയിൽ അഡ്മിറ്റ് ആണ്. എന്റെ പെങ്ങൾക്കും മഞ്ഞപ്പിത്ത പോസിറ്റീവായി എന്ന് പറഞ്ഞിട്ട് അവിടെ വിളിച്ചു. അതിന്റെ മെടുത്തേക്ക് അൽഹംദുലില്ലാ ഇമാന്റെ വിചാരം പോസിറ്റീവായി എന്ന് പറഞ്ഞ അസുഖം മാറി. ഇന്നാണ് നമ്മളെ ബദരീങ്ങൾ നിർത്തി. അപ്പൊ മദർസിന്ന് നല്ല ഇറച്ചി നല്ല തേങ്ങാച്ചോറ് കിട്ടി. അവിടുത്തെ നമ്മൾ നേരെ വിട്ടു ആസ്പത്രി. ഇതാണ് മൗലാന ആസ്പത്രി. ഇവിടെയാണ് ഞാൻ പറ്റും. ഐ മീൻ ഇന്നെ പ്രസവിച്ചത്. ആസ്പത്രിയിൽ അഡ്മിറ്റ് ആയി എന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ ഈ ഫ്ലാസ്ക്. അങ്ങനെ രണ്ട് തുരപ്പന്മാരും കൂട്ടി നമ്മളാണ് പോകുക. ഞാനാണെങ്കിൽ വല്ല താറാൻകുട്ടികളെ വിൽക്കാൻ കൊണ്ടുവന്ന മാതിരി കൊണ്ടുപോയി. അച്ചടക്കെന്ന് പറഞ്ഞ സാധനം ഒരു അരൂക്കൂടി പോയിട്ട് ഇതിനൊക്കെ ആകെ കുടുങ്ങിക്കാണ്. ഇതിന്റെ ഉള്ളിൽ അടച്ചിട്ട് ആകെ കിളി പോയിക്കണോ. കണ്ടില്ല കഞ്ചാവ് അടിച്ച കോയാളമാരി ഉള്ളിട്ട് പൂട്ടി അടച്ചിട്ട് ആകെ മാനസികമായിക്കണ ചെറുക്കനാണെങ്കിൽ ചെറുപ്പെടുത്ത് കാണുന്നോലൊക്കെ മേടുണ്ട് തല. ചോദിച്ചാൽ എന്റെ ഈ പെണ്ണുങ്ങളപ്പല്ല വീഡിയോ കാണുമ്പോൾ എന്റെ പെരക്കാരൊന്നും പറയില്ലേ. ആ പെണ്ണുങ്ങളപ്പല്ല വീഡിയോ കാണുമ്പോൾ മുഖത്തിലെ എക്സ്പ്രഷൻ ആണ് ആകെ. ഓരോരുത്തർ കസാലിന്റെ മോളിൽ കയറിങ്ങാണ്ട് പല്ലും ചെറിയും കളയാല സമയത്ത് ഇന്ന് ബദരീങ്ങൾ തീർച്ചയായും തന്നെ ചെറുക്കന്മാരൊക്കെ ആസ്പത്രിയിൽ ബദർ യുദ്ധം നടത്തും. യുദ്ധം കഴിഞ്ഞപ്പത്തിന് ഒരുത്തന്റെ ചെറിയ ഇങ്ങനെ നമ്മളേതായാലും നേരം പോയിട്ട് രോഗിനപ്പുറത്ത് കിട്ടി നമ്മളെ അമ്മയാണ് കടന്നു. നോമ്പറക്കാനായോണ്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയാണ്ട് നമ്മളാണ് നോമ്പർ. അതിന്റെ ഇടയിൽ കൂടി ഫ്രൂട്ട്സ് മാത്രത്തിൽ കൂടി നല്ല ചുളുവിൽ ചെറുക്കാൻ കച്ചിട്ട് നമ്മളങ്ങനെ ബദരീങ്ങൾ നിറച്ച് കിട്ടിയ തേങ്ങാച്ചോറും ബീഫും കുട്ടിയാണ് നമ്മളാണ് നോമ്പർ. ഒരു ഭാഗത്തെ ഒരു വികാരം അല്ലാതെ ഏതോ മൂഡിൽ ചോറയിച്ചാണ് എന്റെ കാക്കാന്റെ രണ്ടാം. ഒരു ഭാഗത്തെ എന്താ തിന്നണെന്ന് പോലും അറിയാതെ ഫോണിൽ പോയി കിട്ടിയ പെങ്ങളെ രണ്ടാം. ഇങ്ങനെ പുറത്തെ സ്വന്തം കാര്യം നോക്കി ആർക്കും ഒരു അലമ്പൂല ചോറയിച്ചാണ് കാക്കാന്റെ മൂന്നാം. അങ്ങനെ ഓർക്കൊരു ചാറ്റിംഗ് കൊടുക്കാണ്ട് നമ്മൾ പോവാൻ പിന്നെ ഹാപ്പിയാണ്. ഓൽക്കൊരു ഫോണാണ് കിട്ടിയാൽ മതി. ആസ്പത്രിയിലായാലും അമ്മായിൻ്റെയോടായാലും ഒരേ മാതിരി. ഇവരോട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞൊരു ചാറ്റ് കൊടുത്തപ്പോ അന്ന പോരി നമുക്കും പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നാലെ. അങ്ങനെ ഓനെ കാണാതെ ഞങ്ങൾ അവിടെ ഓനാക്കിയിട്ട് ഞങ്ങളും എല്ലാണ്ട് പോകും. അങ്ങനെ ഓലെ പേരിലാക്കിയാണ് നമ്മൾ നേരെ എന്റെ ഗേൾ ഫ്രണ്ടിനെ എടുക്കാം. അങ്ങനെ അതിനെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ അത്തായം കഴിക്കാൻ വേണ്ടിയിട്ട് പട്ടാമ്പിലെ ഡീറ്റെയിൽസ് പോയി. മോനെ പറയാതിരിക്കാൻ വയ്യട്ടോ, കിട്ടില്ല ബിരിയാണി. കുട്ടൻ ബിരിയാണിയാണ് നമ്മൾ തിന്നത്. നല്ല കല്യാണ ബിരിയാണി. കുറെ കാലം ഇത്ര നല്ലൊരു ബിരിയാണി അത്തായം കഴിക്കാൻ മൂടിലോലാണ് പട്ടാമ്പി ഡീറ്റെയിൽസ് പോയിക്കോളി. രാത്രി 3-4 മണി വരെ ഉണ്ട്. അപ്പൊ ബാക്കി നാളെ